തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ നിറം മാറിത്തുടങ്ങിയെന്ന വ്യക്തമായ ചിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് LDF ഇല്ലെങ്കിൽ പിന്നെ ആര്? ഈ ചോദ്യത്തിന്റെ മുനയാണ് ഒടിഞ്ഞത്. ഉത്തരം UDF തന്നെ എന്നാണ്. CPM-ന്റെ അടിത്തറ തലസ്ഥാനത്ത് ക്ഷയിക്കുകയും BJP ശക്തമാവുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി മധുരത്തിൽ നില മെച്ചപ്പെടുത്തി. ഇടതുമുന്നണിയുടെ വോട്ടുകൾ വലിയ തോതിലാണ് BJP-യിലേക്ക് പോയത്. സഖാക്കൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തലസ്ഥാനത്തെ ജനങ്ങളുടെ കോൺഗ്രസിനോടും BJP-യോടുമുള്ള സമീപനത്തിൽ പ്രകടമായ മാറ്റം വന്നുവെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും. തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിലും മാറ്റം വന്നിരിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സംസ്ഥാനത്തെ കോൺഗ്രസും UDF-ഉം കാഴ്ചവെച്ച പ്രകടനം വിലയിരുത്തുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് UDF നേതാക്കൾക്കുള്ളത്. ഇടതുമുന്നണി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. പണ്ടൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളെ ചർച്ചയാകാറുള്ളൂ. ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി. ഇന്ന് സോഷ്യൽ മീഡിയ ശക്തമായതോടെ ഏത് ചെറിയ കാര്യവും തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വോട്ടർമാർ രാഷ്ട്രീയമായി കണ്ടുവെന്നുള്ളത് സത്യം തന്നെയാണ്. സർക്കാരിനെതിരെ ഉയർന്ന വിഷയങ്ങളൊക്കെ അവരെ സ്വാധീനിച്ചു. സർക്കാർ വിരുദ്ധ വികാരമാകട്ടെ രണ്ട് രീതിയിൽ പ്രതിഫലിച്ചു. അതിന് UDF-ഉം ചിലയിടത്ത് BJP-യും ഗുണഭോക്താക്കളായി. ഒരു സംശയവും വേണ്ട. ഈ രണ്ട് മുന്നണികൾക്കും ലഭിച്ച വോട്ടുകൾ കൂട്ടി നോക്കിയാൽ അത് മനസ്സിലാക്കാം LDF-ന്റെ പതനം എത്ര വലുതാണ്. മുമ്പൊക്കെ BJP-ക്ക് മുന്നേറ്റമുണ്ടായാൽ അത് UDF-നെ ബാധിക്കുമെന്നായിരുന്നു ഒരു വിലയിരുത്തൽ. അങ്ങനെയായിരുന്നു നമ്മളെല്ലാം പാടി നടന്നത്. എന്നാൽ ആ ട്രെൻഡ് മാറി. ശക്തമായ ഹൈന്ദവ അടിത്തറയുള്ള പാർട്ടിയാണ് CPM. UDF-ന്റെ അടിത്തറയാകട്ടെ കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകളാണ്. അപ്പോൾ BJP മുന്നേറുമ്പോൾ അടിത്തറ ഇളകുന്നത് സ്വാഭാവികമായും ഇടതുമുന്നണിയുടെയാണ്, പ്രത്യേകിച്ച് CPM-ന്റെ. സ്വർണ്ണക്കൊള്ള വിവാദം കൂടുതൽ ഗുണം ചെയ്തത് UDF-നാണ്. പന്തളം നഗരസഭ BJP-ക്ക് നഷ്ടമായത് തന്നെ അതിന് ഉദാഹരണമാണ്. എന്നാൽ തിരുവനന്തപുരത്ത് BJP-ക്ക് അത് ഗുണം ചെയ്തു. CPM ഇതിൽ നിന്ന് പാഠം പഠിക്കണം, കണ്ടറിയണം. പരാജയ കാരണങ്ങളായി അവർ ചൂണ്ടിക്കാണിക്കുന്നതൊന്നും ശരിയായ വിഷയങ്ങളല്ല. ഒരു ആത്മപരിശോധനയ്ക്ക് CPM തയ്യാറാവുകയാണ് വേണ്ടത്. ഇനിയെങ്കിലും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ്, അതായത് 2010-ൽ അന്ന് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ UDF തരംഗത്തെക്കാളും മറികടക്കുന്നതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം. കുറഞ്ഞ പക്ഷം കോർപ്പറേഷനുകളുടെ കാര്യത്തിലെങ്കിലും അങ്ങനെ സംഭവിച്ചു. അന്ന് 3 കോർപ്പറേഷനുകളിൽ ഭരണം പിടിക്കാൻ LDF-ന് കഴിഞ്ഞു. ഇപ്പോഴോ 6 കോർപ്പറേഷനുകളിൽ 5-ലും ഭരണം കൈയാളുന്ന LDF-ന് അത് നിലനിർത്താനായത് കോഴിക്കോട് ഒരു കോർപ്പറേഷൻ മാത്രമാണ്. കണ്ണൂർ നിലനിർത്തുകയും 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന കൊല്ലം കോർപ്പറേഷൻ ആദ്യമായി വരുതിയിലാക്കുകയും ചെയ്ത UDF എറണാകുളം, തൃശൂർ ഈ 2 കോർപ്പറേഷനുകളും പിടിച്ചെടുക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്തുകളിൽ വയനാട്, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഭരണം നിലനിർത്തുകയും കോഴിക്കോട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഭരണം ഇടതുമുന്നണിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ചെറിയ കാര്യമല്ല. ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് 7-7 ക്രമത്തിൽ LDF-ന് സമനില പിടിക്കാൻ പറ്റിയത്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 505-ലും UDF-നാണ് ജയം. മനസ്സിലാക്കണം. അവിടെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തിൽ 86 മുനിസിപ്പാലിറ്റികളിൽ 54 ഭരണം പിടിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 41 ഭരണം ലഭിച്ചിരുന്നത്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 78-ലും UDF ആധിപത്യം നേടി. ജനസമ്പർക്കം നടത്തിയും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചുമൊക്കെ കളം പിടിക്കാമെന്നാണ് CPM കണക്കുകൂട്ടിയത്. വടക്കൻ കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകളും തെക്കൻ കേരളത്തിൽ ആഗോള അയ്യപ്പ സംഗമം വഴി ഭൂരിപക്ഷ സമുദായ വോട്ടുകളും കിട്ടുമെന്ന് CPM പ്രതീക്ഷിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കാഠിന്യത്തോടെ അവതരിപ്പിച്ചു. പക്ഷെ എല്ലാം തിരിഞ്ഞു കൊത്തി. ഇനിയെങ്കിലും CPM ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം.